ഹലോ നമസ്കാരം. നമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് 1 വീക്കായിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞിരുന്നു, നമ്മളൊരു ദിവസം പോലും ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും നമ്മുടെ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും ഓരോന്ന് വീതം നമ്മൾ ഡെയിലി ഒരു വീഡിയോ ചെയ്യുന്ന എന്തുകൊണ്ടോ എൻ്റെ ലാസ്റ്റ് വീഡിയോയ്ക്കപ്പുറം ബ്ലോക്കായിരിക്കുന്നതിന് കാരണം ഞാൻ ഗുരുവായൂരായിരുന്നു, ഭഗവാനെ തൊഴാൻ പോയിരിക്കുകയായിരുന്നു. അങ്ങനെ പോയി 3 ഡേയ്സ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പം അത് റിപ്പയർ ചെയ്ത് കിട്ടാനുള്ള സാവകാശം അതുകൊണ്ട് ആണ് എന്തുകൊണ്ടോ നമ്മുടെ വീഡിയോ ആരും കാണലില്ല. അപ്പം ആരും തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നത് നമുക്ക് വളരെ ഒരു വിരലിലെണ്ണാവുന്ന 5-6 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു അക്കൗണ്ടാണ് നമ്മുടേത്. പക്ഷേ ആരും കണ്ടില്ലെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള നന്മകൾ വീഡിയോ ചെയ്യും. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല. ആരെങ്കിലും ഒരാളെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കതിൽ നിന്ന് ഒരു നന്മ കിട്ടിയാൽ അതെൻ്റെ ജന്മപുണ്യം ഭാഗ്യം എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ എല്ലാവരും ചെയ്യുന്നത് ഏണിങ്സിന് വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ ചാനലുകൾ ചെയ്യുന്നുമുണ്ട്. എനിക്ക് പോലും മറ്റൊരു ചാനലുണ്ട്, അത്യാവശ്യം ആൾക്കാർ ഉള്ളൊരു ചാനലുണ്ട്. ഒരിക്കൽ പോലും അവിടെ ഞാൻ ഈ വീഡിയോ ഇടാറില്ല. ഈ ആരുമില്ലാത്ത എൻ്റെ ചാനലിലാണ് ഞാൻ ചെയ്യുന്ന കാര്യം. ഇതിനർഹരായിട്ടുള്ളവരുടെ മുന്നിൽ അത് എത്തട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ നന്മകൾ, എൻ്റെ ഗുരുവായൂരപ്പൻ എനിക്ക് ഡെയിലി തരുന്ന നന്മകളെക്കുറിച്ച് മാത്രം പറയാനാണെങ്കിൽ തന്നെ തീരില്ല, അത്രയ്ക്കുമുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇത് വെച്ച് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഭക്തി സംബന്ധമായിട്ടുള്ള കാര്യം, ഞാനൊരു കുറച്ച് വിശ്വാസങ്ങളൊക്കെ ഉള്ള ആളാണ്. അതിൻ്റെ നന്മകൾ ശരിക്കും അനുഭവിക്കുന്ന ആളാണ്. ശരിക്കും ഇപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും കേട്ടാൽ വിശ്വസിക്കുമോ അല്ലെങ്കിൽ അവരത് ഫോളോ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ചില കാര്യങ്ങൾ ഫോളോ ചെയ്യുകയും ദൈവികമായ പല കാര്യങ്ങളിൽ നിന്നും മാത്രം നന്മകൾ ഉണ്ടാക്കി ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾ അതെ, ഞാൻ ദൈവത്തെ വിളിച്ചിട്ട് മാത്രമാണ്, എൻ്റെ ഭഗവാൻ തരുന്നതാണ് എനിക്കെല്ലാം. പക്ഷേ മറ്റാർക്കും ലഭിക്കാത്തതിനപ്പുറത്തത് എൻ്റെ പ്രാർത്ഥനയിലൂടെ എൻ്റെ ഭഗവാൻ എനിക്ക് തരുന്നുണ്ട്. അത്ഭുതത്തിൻ്റെ വഴികൾ തുറന്നു തരികയും അത്ഭുതത്തിൻ്റെ പാതയിലൂടെ നമ്മളെ നടത്തുകയും മറ്റുള്ളവൻ്റെ മുന്നിൽ നമ്മൾ ഒരിക്കൽ പോലും രചിച്ചു പോകാൻ ഇടവരാതെ നമ്മളെ ഉയർത്തുന്ന വിധം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാനത് എൻ്റെ ഭഗവാന്റെ പേര് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ മതത്തിലുള്ള നിങ്ങളുടെ ദൈവത്തിനെ മുറുകെ പിടിച്ചോളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇസ്ലാം മതത്തെ ബഹുമാനിക്കുകയും ക്രിസ്ത്യാനിറ്റിയെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ യാസീൻ ഓതും, ആയത്തുൽ കുർസി എനിക്കറിയാം, ഞാൻ സങ്കീർത്തനങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എല്ലാ മതങ്ങളെയും പൂർണ്ണ മനസ്സോടുകൂടി ബഹുമാനിക്കുന്ന ഒരാളാണ്. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണോ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. പക്ഷേ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന മസ്റ്റാണ്. അത് ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെ സമൂഹത്തിൽ മറ്റാരേക്കാളിലും നിങ്ങൾ വേറൊരു ലെവലിലെത്തും. ആൾക്കാർ നോക്കി നിൽക്കേ, ഓ അവളാണോ ഇത് അല്ലെ അവനാണോ ഇത് എന്ന് തോന്നിക്കുന്ന രീതിയിൽ നിങ്ങളെ എത്തിക്കും. എൻ്റെ ജീവിതത്തിലെ നന്മകളെല്ലാം എൻ്റെ ഭഗവാൻ തന്നിട്ടുള്ളതാണ്. നന്മകൾ ചെറുതൊന്നും അല്ല കേട്ടോ. എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു ജീവിതം എനിക്ക് എൻ്റെ ഭഗവാൻ തന്നു. എനിക്ക് എൻ്റെ എല്ലാം എൻ്റെ ഭഗവാൻ തന്നിട്ടുള്ള നന്മകളാണ്. ഒന്നുമില്ല ഭഗവാൻ എനിക്കിനിയും തരാൻ. എല്ലാ നന്മകളും ഭഗവാൻ എനിക്ക് തരുന്നുണ്ട്. ഒന്നും ഞാൻ എൻ്റെ കണ്ണനെ കാണാൻ പോകുമ്പോൾ ഗുരുവായൂരപ്പ കൃഷ്ണ എനിക്കത് തരണേ എന്നൊരിക്കൽ പോലും ഞാൻ പറയാറില്ല. ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ എല്ലാം മറന്നു പോകും, സർവ്വതും മറക്കും. ഞാൻ പിന്നെ വേറൊരു ലോകത്താണ്. എനിക്ക് ചിലപ്പം ഏത് രൂപത്തിലാവും മുഖം മാത്രമേ കാണത്തുള്ളൂ, ബാക്കിയുള്ള ഭഗവാന്റെ ഭാഗങ്ങളൊക്കെ നോക്കാൻ മറന്നു ഇങ്ങനെ നോക്കി ഞാൻ നിൽക്കും. ഒന്നും ചോദിക്കണ്ട, നീ എല്ലാം തരും. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ വിശ്വാസ്യത കുറവാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ ഇന്നത് ആഗ്രഹിക്കുന്നു, ഇപ്പോൾ എനിക്കില്ലാത്തത് നേടിക്കാണിച്ച് തരാമെന്ന് ഞാൻ നിങ്ങളോട് വെറ്റ് വെക്കുന്നു എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ പറയുന്നു. ഒരു കാര്യം പറയട്ടെ, ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ എനിക്ക് ഒരു വീട് അല്ലെ താമസിക്കാൻ ഒരു ഇടം, അതെൻ്റെ സ്വപ്നമാണ്. അതായത് എൻ്റെ പ്രായം ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പനെ ഡെയിലി പോയി തൊഴാൻ പറ്റണം വാർദ്ധക്യത്തിൽ, എന്നിട്ട് അവിടെ ജീവിച്ച് മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. സാധിച്ചു കിട്ടുമെന്ന് എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ വളരെ നല്ല രീതിയിൽ ഗുരുവായൂരപ്പൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കാനുള്ള സൗകര്യം ഭഗവാൻ എനിക്ക് ഒരുക്കി തുടങ്ങിയിട്ടുണ്ടാവും. റൈറ്റ് ടൈമിൽ എനിക്ക് കൊണ്ടുതരും. ഇത് കിട്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം, ഉറപ്പായിട്ടും. ഒന്നും വെറുതെ പറയുന്നതല്ല. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോ ഒന്നും ആരും കാണില്ല, ഞാൻ പറഞ്ഞില്ല, ഒരു മനുഷ്യരും കാണാൻ പോകുന്നില്ല. എന്നാലും
ആരും കണ്ടില്ലെങ്കിലും ഞാൻ എൻ്റെ ഒരു കണ്ണാടിക്ക് മുന്നിലിരുന്ന് പറയുന്നത് പോലെ ഞാൻ പറയുകയാണ്. ഞാൻ ചില കാരണങ്ങൾ വിളക്ക് തീറ്റൊക്കെ ചിലപ്പോൾ മുടങ്ങാറുണ്ട്. എൻ്റെ അസുഖം കൊണ്ട് എനിക്ക് ഗുരുവായൂർ ഒരു വർഷം പോകാൻ പോലും പറ്റാണ്ടായിട്ടുണ്ട്. എനിക്കൊരു അസുഖമൊക്കെ തന്നിട്ട് നിന്നൊക്കെ പുഷ്പം പോലെ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്കെല്ലാം രണ്ടാമത് തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകളുടെയും വാതിലുകൾ ഭഗവാൻ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ തുറന്ന് തരുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാകട്ടെ. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ ഒരാളെങ്കിലും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു ഓം നമോ നാരായണായ നിങ്ങളൊരു 108 ജപിക്കുക. ധൈര്യമായിട്ട് ജീവിക്കുന്നേ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ ജപിച്ചു, നാളത്തെ മാറ്റം നിങ്ങൾ നോക്കണം. നാളെ നിങ്ങൾ ജപിച്ചു, മറ്റേ നാളത്തെ മാറ്റം. അങ്ങനെ പതിയെ നിങ്ങൾ ഹരിനാമ കീർത്തനം അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ നാമപുസ്തകങ്ങൾ വാങ്ങിച്ച് വെച്ച് നിങ്ങൾ നാമം ജപിക്കുക. നിങ്ങൾ ജപിച്ചു നോക്ക്. ഇന്നത്തെ അവസ്ഥയായിരിക്കില്ല നാളെ, അതിൽ മറ്റന്നാൾ അതായിരിക്കില്ല, അതിൻ്റെ മറ്റന്നാൾ അങ്ങനെ ആയിരിക്കില്ല. ആ ചേഞ്ച് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ഒരുപാട് ഉദാഹരണങ്ങളാണ്. ഇപ്രാവശ്യം ഞാൻ പോയപ്പോൾ യാത്രയിൽ ഇപ്പോൾ ട്രെയിൻ, പണ്ട് പുനലൂരു എന്നുള്ള ട്രെയിനാണ്, നമുക്ക് കയറി കഴിഞ്ഞാൽ തിരക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് കയറുന്നത്. അപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാൻ വയ്യാണ്ട് കയറുകയാണ്, എന്താവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടായിരുന്ന എന്താണ് ബോഗിയിലെന്ന് തന്നെ പറയാം. അവിടെ എങ്ങും ആരുമില്ല, സുഖമായിട്ടിരുന്ന് പോയി. അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ VIP ക്യൂ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു അമ്മച്ചി മോളിഞ്ഞു വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് അപ്പം തന്നെ തൊഴാനാണെങ്കിലും എവിടേക്കാണോ വഴികൾ തുറന്നു തരുന്നത്, എങ്ങനെയൊക്കെയാണോ പൊന്നു നമുക്ക് ഉണ്ണിക്കണ്ണൻ നമ്മളെ നോക്കുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം കേട്ടോ. ഒരുപാട് നന്മകളുമായിട്ട് വരാം. അപ്പോൾ നമുക്കിനിയും കാണാം. നമസ്തേ.